കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇതിലെ പല ഡയറക്ടർമാരുടെയും പേരുള്ള സ്വത്ത് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെ കയ്യിൽ നിന്ന് ഒരു നായാ പൈസ പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള രൂപത്തിലുള്ള തന്ത്രങ്ങൾ വരയുന്നതിനുള്ള സൗകര്യമാണ് SITയും കേരളത്തിലെ ഗവൺമെന്റും ചെയ്തു കൊടുക്കുന്നത്. വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്ന് നിക്ഷേപകൻ ഇബ്രാഹിംകുട്ടി ഹാജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. തട്ടിപ്പ് നടത്തിയ ഭരണസമിതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്നും നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട് CPIMന്റെ നേതൃത്വത്തിൽ വടകരയിൽ ബഹുജന കൂട്ടായ്മയും പ്രകടനവും സംഘടിപ്പിച്ചു. വടകര പാർക്കിന് സമീപമുള്ള സൊസൈറ്റി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ബഹുജന ധർണ CPIM ജില്ലാ കമ്മിറ്റി അംഗം PK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സഹകരണ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കെൽപ്പ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിലുണ്ടായി. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ പോലീസിന്റെ SIT ടീമിന് കൊടുത്തിട്ട് അന്വേഷണത്തിനുള്ള ചുമതല ഇന്ന ഭാഗം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എത്ര കാശ് കൊടുക്കാനുണ്ട്, ഏത് അളവിലാണ് വെട്ടിപ്പ് നടന്നത്, ഇയാളുടെ മരണത്തിനിടയാക്കുന്ന സാഹചര്യം എന്ത് ഉള്ളൂ. ഇത് തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നിലയിൽ ഇവരുടെ ഭൂമി, ഈ പറയുന്ന 11 ഡയറക്ടർമാരുടെ ഭൂമി, വീട് ഇവ അറ്റാച്ച് ചെയ്യാൻ ആവശ്യമായ നടപടി എന്ത് സ്വീകരിച്ചു എന്ന് നിങ്ങൾ പറ. ഈ 11 ആളുകളെയും സംരക്ഷിക്കുന്ന നിലപാട് വടകരക്ക് അപമാനമാണ്. ഒരു കാരണവശാലും ഈ സംരക്ഷിക്കുന്ന UDF നേതൃത്വത്തെ ഈ കേരളത്തിൽ ഇതുപോലെ ഇങ്ങനെ മുന്നോട്ട് വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വരും ദിവസങ്ങളിൽ വടകരയിൽ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭത്തിന് നിക്ഷേപകരെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമരം സംഘടിപ്പിക്കാൻ പോവാൻ ദിവസങ്ങളോളം തുടരുന്ന രൂപത്തിലുള്ള സമരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കണം. ഇപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഇത്തരം സൊസൈറ്റികളിൽ തട്ടിപ്പ് നടന്നാൽ നിക്ഷേപകരുടെ സംരക്ഷണം കിട്ടുന്നതിന് ആവശ്യമായ നടപടികളുണ്ട്. ആ നടപടികൾ സ്വീകരിക്കുന്നതിന് ഈ പറയുന്ന സൊസൈറ്റിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരായിട്ടുള്ള ആളുകൾ അവരുടെ പേരുള്ള സ്വത്ത് അറ്റാച്ച് ചെയ്യണം. എന്തിനാ? ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇതിലെ പല ഡയറക്ടർമാരുടെയും പേരുള്ള സ്വത്ത് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രാർ മുഖേന ക്യാൻസൽ ചെയ്യാൻ കേരള സർക്കാർ തയ്യാറാകണം. ഇവരെ കയ്യിൽ നിന്ന് ഒരു നായാ പൈസ പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള രൂപത്തിലുള്ള തന്ത്രങ്ങൾ വരയുന്നതിനുള്ള സൗകര്യമാണ് SITയും കേരളത്തിലെ ഗവൺമെന്റും ചെയ്തു കൊടുക്കുന്നത്. വലിയ ബഹുജന പ്രക്ഷോഭങ്ങളിലൂടെ മാത്രമേ ഈ തോന്നിവാസത്തിന് അറിഞ്ഞു വരുത്താൻ കഴിയൂ. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി തട്ടിപ്പ് നടത്തുന്നവരും അഴിമതി നടത്തുന്നവരും എവിടെയായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് കരുവന്നൂരിൽ ഭൂരിപക്ഷം നിക്ഷേപകരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചത്. വർഷത്തിലേറെയായി ഈ സ്ഥാപനത്തിനകത്ത് ഡെപ്പോസിറ്റ് വാങ്ങി അവരുടെ കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിട്ട് ആ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടും ഡെപ്പോസിറ്റ് വാങ്ങിക്കാതെ കൈവായ്പ വാങ്ങിച്ച് എവിടെയും രജിസ്റ്റർ ചെയ്യാതെ കൈവായ്പ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ വലിയ കൊള്ളയാണ് ഈ സ്ഥാപനം വെച്ച് ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ നടന്നാൽ നിലവിലുള്ള നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് ഈ സൊസൈറ്റിയെ അഡ്രസ് ചെയ്യുന്ന നടപടി വരേണ്ട SITയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഡയറക്ടർമാരെ പിടിക്കാൻ പറ്റുന്നില്ല. ഇതിന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള നടപടികൾ ഇന്ന നിലയിൽ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് ഈ നിക്ഷേപകരെ വിളിച്ചു ചേർത്ത് പറയാൻ എന്താ ഇവർക്ക് കഴിയാത്തതിന് കാരണം ഇതിന് പങ്കുപറ്റിയ ആളുകൾ UDFന്റെ ഉന്നത നേതൃത്വമാണ്. ഈ 10-11 വരുന്ന ഡയറക്ടർമാർ മാത്രമല്ല ഈ വിഷയത്തിനകത്തുള്ളത്. കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയതിന്റെ വിഹിതം ഈ ജില്ലക്കകത്തെ UDF നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയത് ആർക്കൊക്കെ എന്നുള്ള സമഗ്രാന്വേഷണം മുന്നോട്ട് പോകുന്നത് തടയിടാൻ വേണ്ടിയാണ് ചില പരിപാടികളുമായി SITയെ കൊണ്ട് ഇറക്കിയിട്ടുള്ളത്. SIT നാളെ എന്തോ കണ്ടുപിടിച്ചു വരുന്നുള്ള ധാരണയാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇബ്രാഹിംകുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അയാൾ നിക്ഷേപിച്ച പണം മുഴുവൻ അവർക്ക് തിരിച്ചു കൊടുക്കണം. അതോടൊപ്പം ഈ പറയുന്ന രൂപത്തിലുള്ള നടപടി സ്വീകരിച്ച് ഇയാളെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ള ആളുകളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. മൂന്നാമത് നിരവധി നൂറുകണക്കിന് നിക്ഷേപകരുടെ കൈകളിൽ നിന്ന് വാങ്ങിയ കാശ്
കൊടുക്കാനുള്ള നടപടി സഹകരണ വകുപ്പിനെ കൊണ്ടും ഈ ഡയറക്ടർമാരായിട്ടുള്ള ആളുകളുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് അടിയന്തരമായി നിർവഹിക്കണം. ഈ പറഞ്ഞിട്ടുള്ള ഡയറക്ടർമാരുടെ പറമ്പ് അറ്റാച്ച് ചെയ്ത് ലേലത്തിൽ വെക്കണം. കിട്ടുന്ന പൈസക്ക് വിറ്റിട്ട് അത് ഇവർക്ക് കൊടുക്കണം. ഈ നാട്ടിൽ സാധാരണക്കാരനെ വഞ്ചിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ അത് നടത്തുന്ന ആളുകൾ ഇത്തരം തട്ടിപ്പ് നടത്തിയാൽ വെറുതെ വിടില്ല എന്ന ധാരണ ഉണ്ടാകുന്നതിന് നടപടി വരണം. അത് കരുവന്നൂരിലുണ്ടായി, മറ്റു പലയിടത്തുമുണ്ടായി. അവിടെയെല്ലാം ഈ നടപടികളുടെ ഭാഗമായി നിക്ഷേപകൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് UDF വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ അവസരം ഉണ്ടാക്കി. വരും ദിവസങ്ങളിൽ മുഴുവൻ നിക്ഷേപകരെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. M. നാരായണൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം K. പുഷ്പജ, ഏരിയ സെക്രട്ടറി TP ഗോപാലൻ എന്നിവർ സംസാരിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.